ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മെഡിക്കോ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു ട്രിപ്പായിട്ട് തന്നെയായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു കോർണിഷ് ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മളിപ്പോൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ പൊന്നൂന് ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. പിന്നെ എടുക്കാനൊന്നും ടൈമില്ല. അതേപോലെ ഡ്യൂട്ടിയുടെ കുറേ പ്രഷറുകളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ റെഗുലറായിട്ടൊന്നും ഇടാറില്ല. ഇനി മുതൽ നമ്മൾ വീഡിയോ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചിരുന്നു എന്താ ഇപ്പോൾ വീഡിയോ ഇല്ലാത്തതെന്ന്. അപ്പോൾ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോകളൊക്കെ വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് സൈഡിലുണ്ട് ഏത് എക്സിമാളിൻ്റെ അവിടെ നല്ല ബെൽറ്റ് നല്ല കാറ്റാണ്. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായി ഇപ്പോൾ വീഡിയോ കണ്ടിട്ട്, അപ്പോൾ ഓരോ ബിസിയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. ഇനി ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും നമ്മൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്, ഫ്രൈഡേ ആയതുകൊണ്ട്. അപ്പോൾ ഗൈസ്, പൊന്നിവിടെ ഫോട്ടോ സെക്ഷനാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കാലമായി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഇടയ്ക്ക് നമ്മൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തൊക്കെ വന്നത്. ഇത് ബീച്ച് ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കിന്ന് ഫുള്ളായിട്ട് കാണാം. ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 6 മണിയാവാനായിട്ട് നല്ല തിരക്കായിട്ടുണ്ട് ബീച്ച് സൈഡിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ നല്ല തിരക്കാണെന്ന് വെള്ളിയാഴ്ച ചെയ്തത്. വാങ്ങട്ടോ, ആളുകൾ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഈ സ്ഥലം അറിയാത്തവരുണ്ടെങ്കിൽ, വലിയ കുട്ടികളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ പൊന്നൂന് അൽബൈക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അൽബൈക്ക് വാങ്ങാൻ പോവാണ്. കുറേ കാലമായില്ലേ പൊന്നു അൽബൈക്ക് തിന്നിട്ട്? എത്ര കാലമായി? 2-3 മാസം. ഇവിടെ പുതിയ ചെടികളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. കുറച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ഗാർഡനൊക്കെ ആവും ഇവിടെ. നാട്ടിലെ പോലത്തെ എന്തൊക്കെ ചെടികളാണ്. തെച്ചിയൊക്കെയാണ് ഇവിടെ വലിയ സെറ്റപ്പായിട്ട് വളർത്തുന്നത്. നമ്മളവിടെ ഇതൊക്കെ വലിച്ചെറിയുന്ന സാധനമാണ് തെച്ചിയൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ അൽബൈക്ക് വാങ്ങിയില്ലേ കുഞ്ഞു? ഇതിലെന്താണ് അൽബൈക്കിൽ തുറന്ന് കാണിച്ചു കൊടുക്ക്. ഇത് ഷവർമ ഉണ്ടോ ഗൈസ്? പൊന്നൂന് ഷവർമ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ്. ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ അൽബൈക്കൊക്കെ വാങ്ങിയത് കേട്ടോ.
മുന്നിലടക്ക്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് പാർക്കിൻ്റെ മുന്നിലാണ്. പൊന്നോനെ തിന്നാനുള്ള വ്യഗ്രതയിൽ പൊന്നത തുറക്കുകയാണ്. 3 ഷവർമ്മയാണിത്. അൽബേക്കിൽ ഷവർമ്മ. തുറക്ക്. ഇവിടെ മൊത്തമായിട്ടൊന്നും അയക്കില്ല, കുറച്ചേ അയക്കുള്ളൂ. തിന്നൊക്കെ എങ്ങനെ ഉണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ടാവും അതൊക്കെ അല്ലേ? ഞാൻ കളഞ്ഞോളാ. മുടി കെട്ടണൊക്കെ വീഡിയോയിൽ ഉണ്ടായിക്കോട്ടെ, എല്ലാരും കണ്ടോട്ടെ. നീ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ചീർപ്പൊക്കെ എടുത്ത് കയ്ന്ന്. ചീപ്പ് എവിടെ? കാണിച്ചു കൊടുക്കുക വേഗം. അതൊക്കെ കളയുന്നൊരു വേഗം വാ, അങ്ങോട്ട് ഇതാല് വെളിച്ചം പോവാനായി. ആ വേസ്റ്റൊക്കെ അതിൽ കളയും. ഇവിടെ നാട്ടിലത്തെ പോലെ അവിടെ ഇവിടെ വലിച്ചെറിയാൻ പറ്റില്ല ഈ സാധനങ്ങളൊന്നും. വെള്ളം എടുത്ത് ഇതിലിട്ടോ, വെള്ളം കളയണ്ട. ബാഗിൽ കൊള്ളുവോ? ഉണ്ടല്ലോ, ഉണ്ട്. സൈഡിലേക്ക് ആക്കിയിട്ടിട്ടുള്ള വൈകുന്നേരം ആയപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടത്. ഈ സ്ഥലങ്ങളെല്ലാവരും കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റോഡിൻ്റെ നടുവിൽ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. ഇവിടെ സൈക്കിൾ റേസിങ്ങും അതേപോലെ ഷൂ റേസിങ്ങൊക്കെ നടക്കാറുണ്ട്. അപ്പം നമ്മളങ്ങനെ വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. കടലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ്. കറക്റ്റാക്കി പിടിക്കണം, പാറിപ്പോകും. പുറത്തോട്ട് നടന്നു. എന്ത് ശൂശു ഇങ്ങനെ പറയറില്ലേ? എടി ഇംഗ്ലീഷ് പറയുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങള് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലെബനീസ് ഫ്രണ്ടിന് കണ്ടിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങൾക്ക് അവരോട് സംസാരിച്ച് നമ്മളെ കുട്ടികളൊന്നും അങ്ങനെ വിടില്ലേ. ആ ചെക്കൻ എങ്ങോട്ടാ പോയത്? എത്ര വയസ്സായിട്ടുള്ളൂ? ആ ചെക്കന് 2 വയസ്സായിട്ടുള്ളൂ ഇപ്പൊ. രാത്രി ആയപ്പോൾ നല്ല തിരക്ക് കൂടിയിട്ടുണ്ട് ഇവിടെ അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവ് ദിവസമാണ്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാത്രി ഒരു 3 മണിയൊക്കെ ആവും തിരക്ക് കുറയണമെങ്കിൽ.
അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഒരു 2-3 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് റൂമിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസിലൂടെ പറയണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.